ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 79ാമത് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകിട്ട് 7-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വ്യാജവളങ്ങളും രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നവർക്കെതിരെ സർക്കാർ ഉടൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. കേരളത്തിലെ തദ്ദേശ സ്ഥാപന വാർഡ് പുനർവിഭജന പ്രക്രിയ പൂർത്തിയായി. അന്തിമ വിജ്ഞാപനം അംഗീകരിച്ച് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 79ാമത് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകുന്നേരം 7-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 210 പഞ്ചായത്ത് പ്രതിനിധികൾ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിൽ സജീവമാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമായി അർദ്ധസൈനിക വിഭാഗങ്ങളും കമാൻഡോകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഡൽഹി പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാൻ സൌകര്യമൊരുക്കുന്നതിനായി ഡൽഹി മെട്രോ പുലർച്ചെ 4 മണിക്ക് സർവീസുകൾ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ജില്ലകളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. ഹർ ഘർ തിരങ്ക ക്യാമ്പയിന് രാജ്യത്ത് ആവേശകരമായ വരവേൽപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ ഐക്യത്തോടെ കോർത്തിണക്കുന്ന ജനകീയ പ്രസ്ഥാനമായി ക്യാമ്പയിൻ മാറിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്തു. വ്യാജവളങ്ങളും രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നവർക്കെതിരെ ഒരു പുതിയ നിയമം സർക്കാർ ഉടൻ കൊണ്ടുവരുമെന്ന് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്തുടനീളമുള്ള കർഷക സംഘടനാ നേതാക്കളുമായും കർഷകരുമായും ന്യൂഡൽഹിയിൽ സംവദിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിദേശ സമ്മർദ്ദങ്ങൾക്കിടയിലും വ്യാപാര കരാറുകളിൽ സ്വീകരിച്ച ധീരമായ തീരുമാനത്തിന് രാജ്യമെമ്പാടുമുള്ള കർഷകർ പ്രധാനമന്ത്രിക്കും സർക്കാരിനുമുള്ള നന്ദിയും പിന്തുണയും അറിയിച്ചു. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട 4 അംഗങ്ങളുടെ പേരുകൾ ഗവർണറും സർക്കാരും നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. UGC പ്രതിനിധിയെ UGC മുന്നോട്ട് വയ്ക്കും. കേസ് സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട 4 അംഗങ്ങളുടെ പേരുകൾ കൈമാറാൻ കേരള സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള 3-ാം ഘട്ട മന്ത്രിതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന് ഒരു പുതിയ അജണ്ട രൂപീകരിക്കാൻ കൂടിക്കാഴ്ച അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, നിർമ്മല സീതാരാമൻ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് സർക്കാരുകളും വ്യവസായങ്ങളും തമ്മിലുള്ള സമന്വയം പ്രധാനമാണെന്ന് യോഗത്തിന് ശേഷം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ഗാൻ കിം യോങ്, വിദേശകാര്യമന്ത്രി ജോസഫിൻ ടിയോ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളാണ് സിംഗപ്പൂരിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യവ്യാപകമായി 4ാമത്തെ ദേശീയ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ അടുത്ത നവംബർ 1 മുതൽ 30 വരെ സംഘടിപ്പിക്കും. മുഖം അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പെൻഷൻകാരുടെ ഡിജിറ്റൽ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ക്യാമ്പയിനാണിത്. രാജ്യത്തുടനീളമുള്ള 1850-ലധികം ജില്ലകൾ, നഗരങ്ങൾ, പട്ടണങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പെൻഷൻ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ലഹരി വസ്തുക്കൾ സാമൂഹിക വിപത്തിലേക്ക് വഴിവെക്കുമെന്നും രാജ്യത്ത് നിന്ന് അത് തുടച്ചു നീക്കണമെന്നും കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ലഹരിയുടെ ഉപയോഗം രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന നശാമുക്ത് ഭാരത് അഭിയാന്റെ 5ാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മയക്കുമരുന്നിനോടുള്ള ആസക്തി വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുമെന്ന് ശ്രീ വീരേന്ദ്രകുമാർ ചൂണ്ടിക്കാട്ടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാനും യുവജനതയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. जिस परिवार में कोई युवा अगर नशे की आदत का शिकार हो जाता है, पूरा वातावरण विषाक्त होने लगता है, तो ये पूरे समाज के लिए चिंता की विषय बात बन जाती है कि हमारे देश का जो युवा है वो अगर किसी गलत दिशा में आगे बढ़ गया है, उसको कैसे वापस लाया जा सकता है. क्योंकि अगर युवा सही रहेगा तो घर सही रहेगा, घर सही रहेगा तो बस्ती ठीक रहेगी, बस्ती ठीक रहेगा तो गांव ठीक रहेगा. 14 ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണയ പ്രക്രിയ പൂർത്തിയായി. 3 ഘട്ടങ്ങളിലായാണ് വാർഡ് പുനർവിഭജന പ്രക്രിയ നടന്നത്. ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലും 2ാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3ാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളിലുമാണ് പുനർവിഭജനം നടത്തിയത്. ഇതനുസരിച്ച് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആകെ വാർഡുകളുടെ എണ്ണം 21,900 നിന്നും 23,612 ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്നും, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെയും മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. നിലമ്പൂർ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് മെമു സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ വഴി കൈക്കൊണ്ട തീരുമാനം കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ കത്തിലൂടെ അറിയിച്ചു. സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം. വേതന വർധനയ്ക്ക് 2022 ജനുവരി 1 മുതൽ പ്രാബല്യമുണ്ടാകും. നിപ്പ ബാധയേറ്റ് 1.5 വർഷത്തോളമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. VR കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയം തലശ്ശേരി നഗരസഭയ്ക്ക് 10 വർഷത്തേക്ക് പാട്ടത്തിന് അനുവദിക്കാനും തീരുമാനമായി. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റപ്പെടുത്തുന്നുവെന്ന് BJP MP അനുരാഗ് ഠാക്കൂർ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷനെതിരായ വോട്ട് മോഷണ ആരോപണത്തിനെതിരെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ തോൽവിക്ക് ശേഷവും ആത്മപരിശോധനയ്ക്ക് പകരം കോൺഗ്രസ് EVMകളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും കുറ്റപ്പെടുത്തുകയാണെന്ന് ഠാക്കൂർ ആരോപിച്ചു. അതിനിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടമായ അമൃത് ഉദ്യാനത്തിന്റെ വേനൽക്കാല വാർഷിക പ്രദർശനം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 മുതൽ സെപ്റ്റംബർ 14 വരെ ഉദ്യാനത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയാണ് പ്രവേശനം. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 29-ന് കായിക താരങ്ങൾക്കും സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകർക്കും ഉദ്യാനത്തിൽ പ്രവേശനം ലഭിക്കും. പ്രവേശനം സൌജന്യമായിരിക്കും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. രാജസ്ഥാനിലെ ദൌസ ജില്ലയിൽ പിക്കപ്പ് ട്രക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർ മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റ്. ഇന്ന് പുലർച്ചെ 3:30-ന് ബാപ്പി ഗ്രാമത്തിന് സമീപമാണ് അപകടം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാമത് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകിട്ട് 7-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വ്യാജപണങ്ങളും രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നവർക്കെതിരെ സർക്കാർ ഉടൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. കേരളത്തിലെ തദ്ദേശ സ്ഥാപന വാർഡ് പുനർവിഭജന പ്രക്രിയ പൂർത്തിയായി. അന്തിമ വിജ്ഞാപനം അംഗീകരിച്ച് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ.
കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.